കൊടുക്കും. പക്ഷെ കൈ കൊണ്ടൊന്നും അമ്മ വാങ്ങിക്കൊന്നുമില്ല, അവിടെ വെക്കും, പിന്നെ വെറ്റില്ല. അതന്നെ അമ്മയുടെ കാര്യമായിട്ടുള്ളത്. ഓരോരുത്തർക്ക് അവരുടെ മനസ്സിന്റെ സംതൃപ്തി പോലെ അവർക്ക് മനസ്സിന് എന്ത് തോന്നുന്നു അത് അമ്മയുടെ കാൽക്കൽ വരും. അമ്മയ്ക്കായി ഭക്തർ കടൽ തീരത്ത് ഒരു മഠം പണിതുയർത്തിയെങ്കിലും അമ്മ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അമ്മ എപ്പോൾ എവിടേക്ക് എങ്ങനെ പോകുന്നു എന്ന് പ്രവചിക്കാനാവില്ലത്രേ. ഇവിടെ മടപ്പള്ളി എന്ന് പറഞ്ഞ ഒരു കടലോര പ്രദേശത്തിനടുത്തായിട്ട് ഒരു ചെറിയൊരു മഠം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ അടുത്ത മൊമെന്റ് എന്താണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അത് അവർക്ക് മാത്രമേ നിശ്ചയമുള്ളൂ. മഴയെന്നോ വെയിലെന്നോ ഭേദമില്ലാതെ അമ്മ ഇവിടെ ഉണ്ടാവും. രാത്രി മഴയുടെ രാഗാർദ്ര ഭാവങ്ങളിൽ നനഞ്ഞ് കുതിർന്നു നടക്കുമ്പോൾ അമ്മയൊരു പാട്ടുപാടും. ഭാഷയുടെ അതിർവരമ്പുകളില്ലാത്ത ഭക്തി നിറഞ്ഞ ഒരു ഗാനം. പലപ്പോഴും രാത്രിയിൽ നിരത്തിൽ സഞ്ചരിക്കുമ്പോഴും വളരെ മനോഹരമായിട്ട് പാടുന്നത് കേൾക്കാം. അത് ഏതാ ഭാഷയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് കന്നഡയാണെന്ന് തോന്നുന്നു. മഴക്കാലത്ത് മഴയെ ആസ്വദിച്ച് പാടുന്നതൊക്കെ കാണാൻ പറ്റും. കാലഭേദങ്ങളോ അല്ലെങ്കിൽ പിന്നെ മഴയോ വെയിലോ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ഏത് സമയത്തും എല്ലാ മഴയത്തും നല്ല വെയിലത്തും രാത്രി എപ്പോഴും സഞ്ചരിക്കുന്നതാണ്. അമ്മയുടെ അമാനുഷിക സിദ്ധികൾ എണ്ണി എണ്ണി പറയും ഇവിടത്തെ ഭക്തർ. കടൽ തിരകളെ വകഞ്ഞു മാറ്റി ആഴക്കടലോളം നടന്നു മറയുന്ന അമ്മയെ കണ്ടവർ ഒരുപാട് പേരുണ്ടിവിടെ. ഭക്തന്റെ വിശ്വാസമോ അതോ അതിഭാവുകത്വമോ? കടലിലാണ് അമ്മയുടെ എല്ലാ കുളി ഇത്യാദികളൊക്കെ നടത്താറ്. അമ്മ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ദൂരം അമ്മ തിരമാലകളുടെ ഇതിനനുസരിച്ചിട്ട് അങ്ങോട്ട് നീങ്ങിപ്പോകും. നീന്തിയാണോ? ഇല്ല, നീന്തൊന്നുമില്ല, ഒഴുകി അങ്ങനെ പോകും. നിരവധി തവണ വാഹന അപകടങ്ങളിൽ പരിക്കേറ്റിട്ടുള്ള അമ്മ ഇന്നോളം യാതൊരുവിധ മരുന്നുകളും ഉപയോഗിച്ചിട്ടില്ലത്രേ. മരണകാരണമായേക്കാവുന്ന മാരകമായ പരിക്കുകൾ പോലും മരുന്നില്ലാതെ ഭേദപ്പെട്ട അവസ്ഥയെക്കുറിച്ച് ഡോക്ടറായ അമ്മയുടെ ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്. 15 വർഷം മുമ്പേ അമ്മക്ക് നാദാവൻ റോഡിൽ വെച്ചിട്ട് ഒരു ബസ് തട്ടി ആക്സിഡന്റായി. ആരാ എന്തോന്നും അറിയാത്ത ബസ്സുകാരാണോ അവരെ കൂടെയുള്ളവരാണോ അമ്മയെ സ്വാഭാവികമായിട്ട് മെഡിക്കൽ കോളേജിൽ ആശുപത്രി ചെന്നു. ഈ വിവരം അറിഞ്ഞ അമ്മയുടെ ഭക്തന്മാർ തലശ്ശേരിയിൽ നിന്ന് അവിടെ ചെന്നു. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ ആർക്കും ഒന്നും അറിയില്ല. ഒരു ഭ്രാന്തച്ചിയെ ഒരു ആക്സിഡന്റായി കിടക്കുന്ന മാത്രമേ അവർക്ക് അറിയുള്ളൂ. അങ്ങനെ റെക്കോർഡുള്ളൂ. കാരണം വന്നവർക്കും അറിയില്ലല്ലോ, അഡ്രസ്സൊന്നും കൊടുക്കാനായിട്ടില്ല. ഇവരെ വന്നതിന് ശേഷം എല്ലാ വാർഡും അന്വേഷിച്ചു. സാധാരണ അപകടപ്പെട്ട അവർക്കിനെ അപ്പോൾ നോക്കുമ്പോൾ ആരോ പറഞ്ഞു ഇവിടെ ഒരു ഭ്രാന്തച്ചി ഉണ്ടായിരുന്നു, അവർക്കെന്തോ ഫ്രാക്ചറൊക്കെ മാറ്റി അവർ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇവരൊക്കെ തിരിച്ചു വന്നു. ഒടുവിൽ നോക്കുമ്പോൾ അവിടെ നിന്നെന്തോ അവർ പ്ലാസ്റ്റർ കിട്ടിയിരുന്നു. പക്ഷെ അതിനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് അവിടുന്ന് ഡിസപ്പിയർ ചെയ്യാണ് ചെയ്തത്. നമ്മൾ സാധാരണ ആൾക്കാരൻ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നു പറയും. അമ്മയുടെ ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നു. ഒടുവിൽ നിന്ന് വഴിക്കുന്ന അവർ അമ്മയെ കിട്ടി തിരിച്ച് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് നല്ലൊരു വേദന ഉണ്ടായിരുന്നു നമുക്ക്. ഇവിടെ പ്ലാസ്റ്റർ കിട്ടിയിരുന്നു. പക്ഷെ അമ്മയെ തൊടാനാണോ വേദനയുടെ മരുന്ന് കൊടുക്കാനോ ഒന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ അന്നത്തെ ഇവിടുത്തെ ഒരു പ്രശസ്തനായ ഓർത്തോപീഡിക് സർജനെ കാണിച്ചു. അങ്ങേർക്കും ഇതേ ഫലം ഉണ്ടായത്. അമ്മയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതേ അമ്മ ഒരു 3 ദിവസം കഴിയുമ്പോൾ പ്ലാസ്റ്ററും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ പഴയതുപോലെ നടന്ന് കണ്ടു. അപ്പോൾ ഈ ഡോക്ടറോട് കാര്യം പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു സാധാരണ സംഭവിക്കാത്തൊരു കാര്യമാണ് കണ്ടിരിക്കുന്നത്. ജയകുമാറിന്റെ ഈ വീട്ടിൽ അമ്മയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്ന മുറിയാണിത്. പക്ഷെ വല്ലപ്പോഴും മാത്രമേ അമ്മ ഇതിനകത്ത് പ്രവേശിക്കാറുള്ളൂ. കുട്ടികളോട് വല്ലാത്ത കമ്പമുള്ള അമ്മ എവിടെ നിന്നോ കിട്ടിയ പാവക്കുട്ടികൾ ഈ മുറിയിൽ അലങ്കരിച്ചിട്ടിരിക്കുന്നു. ചില കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. മോളയെല്ലാം എടുക്കലുണ്ട്, മടിയിലിരുത്തും. ചില കുട്ടികളെ എടുത്ത് റോട്ടിലേക്ക് നടക്കും, തിരിച്ചവരെ ഏൽപ്പിക്കും. കുട്ടികളോട് വളരെ സ്നേഹമാണ്. കുട്ടികളാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. ഏത് കുട്ടികളെ കണ്ടാലും അവർ വാരിപ്പുണരും. ഈ അടുത്ത പാവകളോട്, ചെറിയ പാവകളോട് എന്താ അങ്ങനെ പറഞ്ഞു? അവരുടെ സങ്കല്പമാണ്. അത് അവരുടെ സങ്കല്പം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിനെ അവർ ജീവനായിട്ട് കാണുന്നുണ്ടാവും. പാവകളോട് പോലും അങ്ങനെയാണ്. അത് വ്യത്യസ്തതയില്ല. വീടിന്റെ ഈ ഉമ്മറത്താണ് അമ്മ മിക്കപ്പോഴും കിടക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടതെല്ലാം ഒരു കുറവും വരുത്താതെ ആതിഥേയർ ഇവിടെ ഒരുക്കി വെച്ചിരിക്കും. വിശക്കുമ്പോൾ അമ്മ അടുക്കളയിലേക്ക് നടക്കും. അവിടെയും രാജകീയ സൽക്കാരം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെറുതായ വല്ലതും കഴിച്ച് അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആഹാരത്തിന് സമയത്തിന് അമ്മ വരും, അമ്മ കഴിക്കും. ഞങ്ങൾ സമയത്തിന് വേണ്ടുന്നതൊക്കെ അവിടെ ഒരുക്കുക. അമ്മയുടെ ഇഷ്ടത്തിന് വന്നിട്ടേ കഴിക്കുള്ളൂ. വെജെന്നോ നോൺ വെജെന്നോ ആഹാര കാര്യത്തിൽ തരംതിരിവില്ലാത്ത അമ്മയ്ക്ക് പ്രാഥമിക ആവശ്യങ്ങളൊന്നുമില്ലെന്ന് ഭക്തർ പറയുന്നു. ഇതെന്തു മറിമായും. അങ്ങനെയൊന്നും ആരും പറയുന്നതും കേട്ടിട്ടില്ല, അങ്ങനെ കണ്ടിട്ടുമില്ല.
ഇവിടെ ഒന്നും ആരും അങ്ങനെ കുളിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. പക്ഷെ എപ്പോഴും അമ്മ നല്ല മുടി കെട്ടി കൊടുക്കും. നമ്മൾ വെറുതെ പൂവെല്ലാം വെച്ച് കൊടുക്കും, മുടി കെട്ടി കൊടുക്കും. അത്ര പ്രാഥമിക ആവശ്യങ്ങൾ പോലും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ അങ്ങനെ ആരും പ്രത്യേകിച്ച് അമ്മ ബാത്റൂമിലൊന്നും പോകുന്ന ആരും കാണലില്ല എന്ന് പറയും. അമ്മയുടെ ചൈതന്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ എത്തുന്നവരിൽ സർവ്വമതസ്ഥരുമുണ്ട്. മതങ്ങൾക്കപ്പുറത്തെ മായകളില്ലാത്ത ലോകമാണ് അമ്മയുടേതെന്നാണ് ഭക്തരുടെ വിശദീകരണം. മറ്റു മതസ്ഥരും അവരുടെ ആ ചൈതന്യത്തെ ഉൾക്കൊണ്ട് തന്നെ കാണുന്നുണ്ട്. മറ്റു മതസ്ഥർക്ക് ഇവരോട് ബഹുമാനമാണ്. തീർച്ചയായിട്ടും ബഹുമാനമാണ്. ധാരാളം ആളുകൾ കാണാൻ വരുന്നു. പലപ്പോഴും അവർ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാവാം. മഹാരഥന്മാരുടെ പലരുടെയും പേരിൽ അറിയപ്പെടുന്ന തലശ്ശേരി നാളെ ഈ അമ്മയുടെ പേരിൽ അറിയപ്പെട്ടാലും അത്ഭുതമില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഈ നാടിന്റെ പുണ്യമെന്ന് ഭക്തർ. കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അത് നാടിന്റെ ഒരു ഭാഗ്യമായിട്ട് വരും. അമ്മയെ അവധൂതയായി കാണുന്നതിൽ, അമ്മയെ ആരാധിക്കുന്നതിൽ, അമ്മയെ പൂജിക്കുന്നതിൽ പരിഹസിക്കുന്നവരുണ്ടോ? തീർച്ചയായിട്ടും അത് രണ്ടും ഉണ്ട്. കണ്ടിട്ട് കാണാതെ പോകുന്നവരുണ്ട്, അറിഞ്ഞിട്ട് അറിയാതെ പോലെ പോകുന്നവരുണ്ട്, അറിഞ്ഞു വരുന്നവരുണ്ട്. ഈ അമ്മയെക്കുറിച്ചുള്ള ഈ പരിപാടി കണ്ടതിന് ശേഷം ആർക്കെങ്കിലും താങ്കളെ കളിയാക്കാൻ തോന്നിയാൽ അവരോട് എന്താ പറയാനുള്ളത്? അത് നല്ല ബുദ്ധി വരട്ടെ, അമ്മയിലേക്ക് അവർക്ക് താല്പര്യം ഉണ്ടാവട്ടെ എന്നാണ്. ആരോരുമില്ലാതെ ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു വൃദ്ധയെ ഒരു നാട്ടുകാരൊന്നാകെ എടുത്ത് അവധൂതയാക്കുകയായിരുന്നു. അതോ ദേവചൈതന്യത്തിന്റെ നിറസാന്നിധ്യമാണോ ഈ മനുഷ്യരൂപം? ഏതായാലും കടത്തിണ്ണയിൽ പോലും അഭയം കിട്ടാതെ പോവുമായിരുന്ന ഈ വൃദ്ധയ്ക്ക് ഇവിടെ രാജകീയ സൽക്കാരം കിട്ടുന്നുണ്ട്. സാന്ത്വനം പ്രതീക്ഷിക്കുന്ന ചിലരെങ്കിലും ഇവരിൽ അഭയം കണ്ടെത്തുന്നുമുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ? എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം